എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് തന്തൂരി ചിക്കനും മിൻ ചട്നി ഉണ്ടാക്കാട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ എം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിൻ. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ ഇതുപോലെ ലെഗ് ആൻഡ് തൈ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ ചിക്കൻ ഒരു 1 കിലോ ഉണ്ട് കേട്ടോ. ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണേ. അതിനുശേഷം വേണം നമുക്ക് പൊടികളും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പൊ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് നോക്കാവേ. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ വെച്ച് ജീരകത്തിന്റെ പൊടി, ക്യൂമിൻ പൗഡറും ഗരം മസാലയും, ചതച്ചെടുത്ത ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്. ഏലക്ക ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ, ആവശ്യത്തിന് ഉപ്പും. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതങ്ങനെ നമ്മുടെ മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലൊന്ന് കോട്ട് ചെയ്തെടുക്കാവേ. ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ തന്തൂരി ചിക്കനൊക്കെ ആക്ച്വലി ഈസി പരിപാടിയാണ് കേട്ടോ. ഇതോടെ നമ്മുടെ സ്റ്റെപ്പ് തീർന്നു. ഇനി ഇത് ഗ്രില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് 1-2 മാസമൊക്കെ ഫ്രീസ് ചെയ്യാനും സാധിക്കും. ആവശ്യമുള്ളപ്പോൾ ടോ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാവേ. ഇനി ഇതൊരു 2-3 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണേ. എന്നിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രിൽ പാൻ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വരുന്ന പോലെ ബട്ടറും ചേർത്ത് കൊടുക്കാവേ. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബേക്ക് ചെയ്യുവോ അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഓവർ ക്രൗഡ് ചെയ്തിടാൻ പാടില്ല. ഞാനിവിടെ 2 എണ്ണ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വെക്കാം. ഇപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചാർക്കോൾ വെച്ചിട്ടൊന്ന് പുകച്ചെടുക്കാവേ. ആ ഒരു തന്തൂരി ഇഫക്റ്റ് നന്നായിട്ട് കിട്ടാനായിട്ടാണ്. ഒരു ദാബ സ്റ്റൈൽ ഫീൽ കിട്ടും. ഇപ്പം നന്നായിട്ട് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാവേ. തന്തൂരി ഐറ്റംസിനൊക്കെ ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്ന മിൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഓരോ ഹാൻഡ്ഫുള്ളായിട്ട് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറി നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ കട്ട തൈരുണ്ട്, ഒരു 2 പിഞ്ച് ഗരം മസാല, 1 പച്ചമുളക്. ഇത്ര ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം എല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ മറന്നു പോയ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഒത്തിരി വാട്ടർ ആയി പോയില്ല. ഈ ഒരു പരുവാണ് കേട്ടോ നല്ലത്. നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരിക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.